ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നെവിനെ പുറത്താക്കുമെന്നുള്ള കാര്യം ഇപ്പം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ലൈവിൽ നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ഷാനവാസിന്റെ ദേഹത്ത് നെവിൻ ഇടിക്കുന്നതും ഷാനവാസ് ഒട്ടും വയ്യാതെ ആ ഒരു സമയത്ത് തന്നെ അവിടെ അടിയിലേക്ക് വീഴുന്നതും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പറയുന്ന ഷാനവാസിനെ ഈ പറയുന്ന ഡോക്ടറിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഷാനവാസിന് ഇപ്പോൾ ബിഗ് ബോസിന്റെ അണിയറയിലുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് നോക്കാനായിട്ട് സാധിക്കില്ല, ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷാനവാസിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ നെവിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് നെവിനോട് പറയുന്ന കാര്യമാണ്, ഷാനവാസിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സ കഴിഞ്ഞ് ഷാനവാസ് എത്തിയതിനു ശേഷം ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. എന്നിട്ട് തീരുമാനിക്കാം നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണോ വേണ്ടയോ എന്ന്. നെവിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും പറയാതിരിക്കാൻ വയ്യ, വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. നെവിൻ എന്തു ഭയങ്കര മുടയുള്ള ഒരു പയ്യനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിന് അപ്പുറം ബിഗ് ബോസ് ഹൗസിൽ ആരുമില്ല. എന്തോ നെവിന്റെ തറവാട്ട് സ്വത്ത് പോലെയാണ് ബിഗ് ബോസ് വീട് കാണുന്നത്. ഇന്നലെ തന്നെ അനുമോള് കിടക്കുന്ന ആ ഒരു ബെഡിൽ കൊണ്ടുപോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം അങ്ങനെ തന്നെ കൊണ്ടുപോയി ഒഴിച്ചിരിക്കുന്നു. നെവിൻ ആരാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയേറെ ഭയങ്കര മുട കാണിക്കാനായിട്ട്? ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ചേർന്നൊരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ സമൂഹത്തിന്റെ പ്രതിച്ഛായയാണ്. ഇതുപോലുള്ള വ്യക്തികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടാണ് ഈ പറയുന്ന ചെറിയ കുട്ടികളും വലിയ ആളുകളൊക്കെ ഇത് കാണുന്നവർ വിശ്വസിച്ച് ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നത്? ഇപ്പൊ തന്നെ ഷാനവാസിന്റെ ചെസ്റ്റിൽ ഇടിച്ചതും പോരാഞ്ഞിട്ട് അപ്പൊ തന്നെ നെവിൻ പറയുന്നൊരു കാര്യമാണ് ഡ്രാമയാണെന്ന്. ഷാനവാസ് അവിടെ വീണത് ഡ്രാമയാണെന്ന്. ഇതിനു മുമ്പും ഒരുപാട് ഫിസിക്കലായിട്ടുള്ള പല ടാസ്കുകളിലും ഷാനവാസ് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വയ്യാഞ്ഞിട്ട് പോലും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഷാനവാസിന് വയ്യാന്നുള്ള കേസ്. ഷാനവാസ് ഒരു പേഷ്യൻ്റ് ആണ്. കൃത്യമായിട്ട് ആ ഒരു വ്യക്തിയെ ഫിസിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അടിയിലേക്ക് വീഴുന്നു. അതിന് പകരം ഈ പറയുന്ന എടുത്തുകൊണ്ട് പോയിട്ട് ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നതിന് പകരം എല്ലാവരും ചേർന്നുകൊണ്ട് ഡ്രാമയാണെന്നത്. എത്ര മോശപ്പെട്ട കാര്യമാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയോ? ഇപ്പൊ ഷാനവാസിന് ബിഗ് ബോസ് ഹൗസിൽ അവിടുത്തെ ഡോക്ടേഴ്സിന് ട്രീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഷാനവാസ് എത്തിയതിന് ശേഷമായിരിക്കും ഇനി നെവിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുന്നത്. ഷാനവാസ് ഉറപ്പായിട്ട് നെവിനെ പുറത്താക്കണം എന്നുള്ള കാര്യം കട്ടായം കെട്ടി പറയണം, അല്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. ഈ ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ പറയുന്ന കണ്ടസ്റ്റന്റ് അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്ത് പോലെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണുന്നത്. ഇപ്പൊ ഷാനവാസിന് ഇനി എന്ത് സംഭവിക്കുമെന്നാവോ? ഒന്നും പറ്റാതിരിക്കട്ടെ, ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് തൻ്റെ ജീവൻ പോലും പണയം വെക്കുന്ന രീതിയിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് മാറ്റിയെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ഉദ്ദേശിക്കുന്നത്? നെവിൻ എന്താ ഗുണ്ടായിസോ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത്? ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത്. ഷാനവാസിന്റെ ചെസ്റ്റിൽ ഇടിക്കുക, അദ്ദേഹം അടിയിലേക്ക് വീഴുന്ന സമയത്ത് അദ്ദേഹത്തെ പിടിച്ചൊന്ന് എനിപ്പിക്കുന്നതിന് പകരം ഡ്രാമയാണെന്ന് പറഞ്ഞവിടെ നിൽക്കുന്നു. ഷാനവാസിന് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെവിനെ വിളിച്ചുകൊണ്ട് ഈ പറഞ്ഞ ബിഗ് ബോസ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഷാനവാസ് എത്തിയതിനു ശേഷം നെവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന്. കൃത്യമായിട്ട് നെവിനെ ബിഗ് ബോസ് ഹൗസിൽ സ്പോട്ട് എവിക്റ്റ് ചെയ്ത് വിടണം, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വിട്ടതുപോലെയൊക്കെ. അതിനേക്കാളും വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നെവിന് ഇനി യാതൊരു കൺസിഡറേഷനും കൊടുക്കണ്ട. നെവിൻ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആക്കി അല്ലെങ്കിൽ ഇജക്റ്റ് ആക്കി പുറത്തേക്ക് വിടണം. അല്ലാതെ ഇതിനകത്ത് യാതൊരു വഴിയുമില്ല. അതിപ്പോൾ ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ആ ഒരു ടോൺ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നെവിന്റെ പെട്ടി ഏകദേശം പാക്ക് ചെയ്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതൊരിക്കലും ഒരു കണ്ടസ്റ്റന്റ് കണ്ടുപഠിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ജനങ്ങളിലോ അല്ലെങ്കിൽ ഇത് കാണുന്നവരോ ഒരിക്കലും കണ്ടുപഠിക്കേണ്ട ഒരു സ്വഭാവമല്ല നെവിൻ്റേത്. നെവിൻ ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടസ്റ്റന്റും അല്ല. അത് പലപ്പോഴും പുള്ളിക്കാരൻ്റെ വാക്കുകളിൽ നിന്നും ചെയ്തികളിൽ നിന്നും പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ബിഗ് ബോസ് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു വിട് ബിഗ് ബോസെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്